ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള സെന്റിമെന്റ് ദുർബലമായതിനെ തുടർന്ന് ഇന്നത്തെ ദിവസം ഇന്ത്യൻ ഇൻഡെക്സ് 1.17% ഇടിയുകയും 24,717 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നിഫ്റ്റി 50യിൽ മാത്രമല്ല സെല്ലിംഗ് പ്രഷർ പ്രകടമായത്. മിഡ് ക്യാപ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 1.19%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.58% ഇടിഞ്ഞു. ഇന്ന് പ്രധാനമായും റിയാലിറ്റി, മെറ്റൽ, ഓട്ടോ തുടങ്ങിയ സെക്ടറുകളിലായിരുന്നു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. റിയാലിറ്റി ഇൻഡെക്സ് 3.5%, ഓട്ടോ, മെറ്റൽ തുടങ്ങിയ ഇൻഡെക്സുകൾ 3% ഇടിഞ്ഞപ്പോൾ IT ഇൻഡെക്സ് 2% ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്ക് 0.41%, പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 0.39%, PSU ബാങ്ക് ഇൻഡെക്സ് 1.72% ഇടിഞ്ഞു. ഇന്നത്തെ ടോപ്പ് ലൂസേഴ്സ് പരിശോധിച്ചാൽ പ്രധാന ടോപ്പ് ലൂസേഴ്സുകളെല്ലാം തന്നെ ഓട്ടോ സെക്ടറിൽ നിന്നാണ് വന്നത്. വോളറ്റിലിറ്റി ഇൻഡെക്സ് 11% ഉയർന്ന് 14.41 ഉയരുകയും ചെയ്തു. ആദ്യം തന്നെ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ വീക്ക് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് ഡാറ്റ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ മാനുഫാക്ചറിംഗ് സെക്ടറിലുണ്ടായിരിക്കുന്ന കോൺട്രാക്ഷനാണ്. കഴിഞ്ഞ വർഷത്തെ നവംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന PMI നമ്പറാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പുറത്തുവിട്ടത്. ഇത് എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേണായി മാറിക്കഴിഞ്ഞു. രണ്ടാമത്തേത് മാർക്കറ്റിൻ്റെ ഉയർന്ന വാല്യൂഷൻ മാർക്കറ്റിനെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് പ്രേരിപ്പിച്ചു എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. നിഫ്റ്റി 50യുടെ 2 വർഷത്തെ ആവറേജ് PE 22%, നിഫ്റ്റി 50യുടെ കറണ്ട് PE 23.5%. ഉയർന്ന ലെവലിലുള്ള വാല്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചു. മൂന്നാമത്തേത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയുടെ ടോപ്പ് മിലിറ്ററി ലീഡേഴ്സിനെ റീസെൻ്റ്ലി ഇസ്രായേൽ എയർ സ്ട്രൈക്ക് വഴി കൊലപ്പെടുത്തിയിരുന്നു. ഇതിനുള്ള ഒരു റിട്ടാലിയേറ്റ് ആക്ഷനും അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് നീങ്ങും എന്ന രീതിയിലുള്ള ചില ന്യൂസുകളും മാർക്കറ്റിനെ അലോസരപ്പെടുത്തി. നാലാമത്തേത് Q1 റിസൾട്ട് സെഷനിലെ കമ്പനികളുടെ മോശം പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ചും അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ടെക് സെക്ടറിലെ കമ്പനികൾ. ടെക് സെക്ടറിലെ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. ഇതും അമേരിക്കൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും സെൻറ്റിമെൻറ്റ് വീക്ക് ആകുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു. ഇന്ത്യൻ മാർക്കറ്റ് ഓവർബോട്ട് സോണിലാണ് തുടരുന്നത്. കഴിഞ്ഞ 24 സെഷൻ കൊണ്ട് ഇൻഡെക്സ് 24,000 നിന്നും 25,000 ഉയർന്നു. ഓവർബോട്ട് സോണിൽ മാർക്കറ്റ് എത്തിയത് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു. വരും ദിവസങ്ങളിൽ 24,600, 24,580 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും 24,820, 880 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 5% ഇടിഞ്ഞ ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ജൂൺ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് ജൂലൈ 1-ാം തീയതി പുറത്തു വന്നിരുന്നു. ഈ സെയിൽസ് റിപ്പോർട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെയിൽസ് 19% ഇടിഞ്ഞു. കഴിഞ്ഞ വർഷം 31,216 യൂണിറ്റ് വിറ്റഴിച്ച സ്ഥാനത്ത് ഇപ്പോൾ 25,436 യൂണിറ്റ് മാത്രമേ ടാറ്റ മോട്ടോഴ്സിന് വിറ്റഴിക്കാൻ സാധിച്ചുള്ളൂ. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലും 6% ഇടിവ് വന്നിട്ടുണ്ട്. പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസിൽ 6% ഇടിവ് വന്നു. 2023 ജൂലൈ മാസത്തിൽ 47,628 യൂണിറ്റ് പാസഞ്ചർ വെഹിക്കിൾ സെൽ ചെയ്യാൻ സാധിച്ചെങ്കിൽ ഇപ്പോൾ അത് 44,725 യൂണിറ്റായി കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റിൽ ഇൻഫ്ലേഷണറി പ്രഷർ ഉയരുന്നത് മൂലം ജഗ്വാർ ലാൻഡ് റോവറിൽ മോഡറേറ്റ് ഗ്രോത്ത് വരുമെന്നാണ് പല റിസർച്ച് ഏജൻസികളും അല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റുകളും പറയുന്നത്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് 12.5%, 6 മാസം കൊണ്ട് 25%, കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്റ്റോക്ക് 744% റിട്ടേൺ നൽകിയിരുന്നു. ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിലും പല ബ്രോക്കേജ് ഏജൻസികളും ടാറ്റ മോട്ടോഴ്സിന് ഉയർന്ന സൈഡിലുള്ള ടാർഗറ്റ് നൽകുന്നുണ്ട്. UBS എന്ന ബ്രോക്കേജ് ഏജൻസി സെൽ എന്ന റേറ്റിംഗും 825 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ പ്രധാന കാരണം പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് അല്ലെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൻ്റെ പെർഫോമൻസ് മോശമാവുകയും കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൻ്റെ പെർഫോമൻസ് മികച്ചതാകുന്നത് മൂലമാണ്. കൂടാതെ ഇൻഫ്ലേഷണറി പ്രഷറും ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഓർഡർ ബുക്കിലുണ്ടായ സ്റ്റാഗ്നേഷൻ്റെയും പശ്ചാത്തലത്തിൽ ഗ്ലോബൽ ഡിമാൻഡും മാർജിനും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹെഡ്വിൻഡായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് UBSൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു.
ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2024-26 ഫിനാൻഷ്യൽ ഇയറിൽ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ പ്രോഫിറ്റ് മാർജിനിൽ ലിമിറ്റഡ് എക്സ്പാൻഷനാണ് വരുന്നത്. കൂടാതെ കോസ്റ്റ് പ്രഷർ ഉയരുകയും ചെയ്യുന്നു. ഈ സാധ്യതകളൊക്കെ പരിഗണിച്ചാണ് UBS സെൽ എന്ന റേറ്റിംഗും 825 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നവോമ ടാറ്റ മോട്ടോഴ്സിന് ഏകദേശം 1144 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഓർഡർ ബുക്ക് 1,33,000 യൂണിറ്റിൽ നിന്നും 1,04,000 യൂണിറ്റിലേക്ക് കുറഞ്ഞത്. കൂടാതെ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഓർഡർ ബുക്കിൽ വന്നിരിക്കുന്ന എക്സോസ്റ്റും സ്റ്റാഗ്നൻസിയും വരുന്ന ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് നവോമയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ഡീസൻറ്റ് ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. JP മോർഗൻ ടാറ്റ മോട്ടോഴ്സിന് 1,250 രൂപയുടെ ടാർഗറ്റും CLSA 1,183 രൂപയുടെ ടാർഗറ്റും ജെഫ്രീസ് 1,330 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. UBS ഒഴികെ മറ്റുള്ള ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് റെഡ്യൂസ് എന്ന റേറ്റിംഗ് ആണ് നൽകിയതെങ്കിലും ടാർഗറ്റ് 1,300-നും 1,200-നും ഇടയിലാണ്. ടാറ്റ മോട്ടോഴ്സ് 1,095-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടും 950-900 തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്